ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെക്കപ്പ് ഡേ ആണ് 13th വീക്ക്. അങ്ങനെ നമ്മൾ എഴുകോണ് ESIയുടെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അടൂരിൽ നിന്ന് എഴുകോൺ സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞത് മുതൽ ആ ഒരു ഭാഗം മുതൽ റോഡ് മോശമാണ്. നമ്മുടെ എഴുകോൺ എത്തിക്കഴിഞ്ഞാൽ ഇനിയൊരു 100-200 മീറ്ററേ കാണത്തുള്ളൂ. പക്ഷേ അത്രയും ദൂരം തന്നെ നമുക്ക് പോകാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. അതുപോലെ റോഡ് മോശമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഈ റോഡിൽ കൂടെ വരുന്ന ഇച്ചിരി പാടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പതുക്കെ വണ്ടി ഓടിച്ച് പോവുകയാണ് അച്ഛൻ. അപ്പം ഈ ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ എത്താൻ തന്നെ നിർത്തിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആ ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മൂത്തായിട്ടുള്ള റോഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ഹോസ്പിറ്റലിൻ്റെ ആ സൈഡ് തന്നെ എത്തി കേട്ടോ. ഇവിടെ മുതൽ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. വലിയൊരു ഗ്രൗണ്ടാണ്. ആക്ച്വലി ESIയുടെ ഹോസ്പിറ്റലായതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും അവിടുത്തെ ഭാഗത്തൊന്നും കാണത്തില്ല. ഒരു ഹോസ്പിറ്റൽ ഫീലും നമുക്ക് കൂടുതൽ അങ്ങനെ കാണത്തില്ല കേട്ടോ. അതുപോലെ തിരക്കൊന്നും വലുതായിട്ടില്ലാത്തൊരു ഭാഗമാണ്. പിന്നെ ഹോസ്പിറ്റലിനകത്ത് നമുക്ക് വീഡിയോസ് അലോ ചെയ്യത്തില്ല. അതുകൊണ്ട് എന്നെയും കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഞാൻ ഇതിനകത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് എനിക്കൊരു മെമ്മറിക്ക് വേണ്ടി മാത്രം നമ്മൾ അവരുടെ ആ നിയമങ്ങളെ ഒന്നും നമ്മൾ ഹെർട്ട് ചെയ്യാത്ത രീതിയിലാണ് വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ നമ്മളെത്തി. ഇപ്പം ഇതൊക്കെയാണ് ഭാഗങ്ങൾ കേട്ടോ. അങ്ങോട്ട് നിരന്നിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ഈ കാർ പാർക്കിംഗ് ആണ് ഈ ഭാഗത്തൊക്കെ. അപ്പം കാറൊക്കെ നമ്മൾ സേഫായിട്ട് പാർക്ക് ചെയ്തു. അപ്പം നമ്മളൊരു 9:15-9:30 നമ്മളിവിടെ എത്തി കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 8:30 ഇറങ്ങിക്കാണും. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗറിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാനും ഫാസ്റ്റിങ്ങിനും അല്ലാതെയും. അങ്ങനെ നമ്മൾ ഷുഗറിൻ്റെയൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തതിൻ്റെ റിപ്പോർട്ടും പിന്നെ പ്രീവിയസ് റിപ്പോർട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ നമുക്ക് ESIയിലൊരു ബുക്കുണ്ട്. അത് നമ്മൾ പതിപ്പിക്കണം ആദ്യം. അപ്പോൾ ടോക്കൺ എടുത്തിട്ടാണ് മിക്കപ്പോഴും പതിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പോയ സമയത്ത് തിരക്കില്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു അല്ലാതെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് തിരക്ക് വലുതായിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ബുക്കൊക്കെ പതിപ്പിച്ചു. അങ്ങനെ പതിപ്പിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് കൈനക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെ പോയൊരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് ഇറങ്ങി. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്കാനിങ്ങിന് നമുക്ക് പുറത്തോട്ട് എഴുതി തന്നു കേട്ടോ. അവിടെ അകത്തുണ്ടായിരുന്നു, പക്ഷേ അകത്തേക്ക് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് പുറത്തോട്ട് എഴുതി തന്നു. അങ്ങനെ നമ്മൾ മൈക്രോ ലാബ് കുണ്ടറയിൽ പോയി സ്കാനിങ് ഒക്കെ ചെയ്തു. അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെയും തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോസ്റ്റായിപ്പോയി. ഡോക്ടർ റൗണ്ട്സിന് പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പോസ്റ്റായിട്ടിരുന്നു. പക്ഷെ ഒരു തിരക്കും ഇല്ലായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് തിരക്കൊക്കെ ഒഴിഞ്ഞായിരുന്നു. അതിന് നന്നായിട്ട് ടയേർഡായി ഇരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് എല്ലാം നോർമലാണെന്ന് അറിഞ്ഞ് ഒരു ആശ്വാസമായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഹോസ്പിറ്റലിലെ ഒരു ഭാഗം തന്നെയാണ് ഇത്. അവിടെ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ കഴിക്കാൻ നമ്മളെവിടെ പോയാലും ഫുഡ് കയ്യിൽ കരുതും. വീട്ടിൽ നിന്നുള്ള ഫുഡേ നമ്മൾ കൂടുതലും പുറത്ത് പോകുമ്പോഴും കഴിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതല്ലാതെ നമ്മൾ ബാക്കി എല്ലാ സമയവും ഫുഡ് കരുതും കേട്ടോ. അങ്ങനെ രണ്ടുപേർക്ക് വിശന്നുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഈ മാങ്ങാക്കറിയും മീൻ വറുത്തതും പൊട്ടറ്റോ ഫ്രൈയും ആയിരുന്നു ഇന്നത്തേത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റർനിറ്റി ലീവിനെ കുറിച്ച് ESIയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്കും കൂടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.